നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്? അതിനെങ്ങനെ പരിഹാരം കാണും? ഇതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ശ്രീപൂർണ്ണ ടാരറ്റ് ഗൈഡൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ ലഭിച്ചിരിക്കുന്ന കാർഡ് 9 ഓഫ് സോർട്സ് ആണ്. അതായത് നമുക്ക് നിങ്ങൾ ഒരു ഉറക്കമില്ലാതെ ഒരു ആങ്സൈറ്റി ആയിട്ടുള്ളൊരവസ്ഥ, നിങ്ങൾ ഒരുപാട് വറിയാകുന്നു, ഓവർ തിങ്ക് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തോ പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് വളരെ നിരാശ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു കുറ്റബോധം തോന്നുന്നു. അങ്ങനെ ഇമോഷണലി നിങ്ങൾ ഒരുപാട് എക്സോസ്റ്റഡ് ആണെന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഒരു കാർഡ് കൂടെ നമുക്ക് പ്രശ്നം എന്താണെന്നൊന്ന് വ്യക്തമാകാൻ വേണ്ടി എടുക്കാം. നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. അതായത് പ്രശ്നങ്ങളുണ്ട്, ഇമോഷണലി നിങ്ങൾ ഡൗൺ ആണെങ്കിൽ പോലും ബുദ്ധിപൂർവ്വം അത് ആരും കാണാതെ മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ സ്ട്രോങ് ആണ് എന്നെല്ലാവരുടെയും മുന്നിൽ കാണിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു. പക്ഷെ ഉള്ളിൽ ഒരുപാട് പ്രശ്നമുണ്ട്. അത് നിങ്ങളെ രണ്ടും കൂടെ ഒരുമിച്ച് മാനേജ് കൊണ്ട് പോവാൻ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ ഒരു സ്ട്രിക്റ്റായിട്ട് തന്നെ എൻ്റെ ദുഃഖങ്ങൾ ആരും അറിയണ്ട എന്ന രീതിയിൽ ഒളിച്ച് വെക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. നമുക്കെല്ലാം കാർഡ്സും വിശദമായിട്ട് നോക്കാം. ആദ്യം കാർഡ്സ് എടുക്കാം. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്രശ്നത്തിന് കാരണം എന്നാണ്. അപ്പം ആദ്യത്തെ കാരണമായിട്ട് ലഭിച്ചിരിക്കുന്ന കാർഡ് 2 ഓഫ് സോർഡ്സ്. വീണ്ടും അങ്ങനെ തന്നെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇമോഷണലി ഉള്ള പ്രശ്നം തന്നെയാണ് കാണുന്നത്. ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ വൈകുന്നു, അല്ലെങ്കിൽ ഡിസിഷനെ നിങ്ങൾ ഒഴിവാക്കുന്നു. നിങ്ങൾക്കറിയാം അത് എങ്ങോട്ടാണ് എത്തേണ്ടതെന്ന്, എന്നാൽ പോലും നിങ്ങൾക്കത് ഫേസ് ചെയ്യാൻ വയ്യ. ഒരു സത്യത്തെ നേരിടാനുള്ളൊരു ഭയം കാരണം വീണ്ടും വീണ്ടും നിങ്ങൾ ആ തീരുമാനത്തെ ഒഴിവാക്കി നിർത്തുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കാരണമായിട്ട് ഒരു കാർഡ് കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങൾക്ക് ബന്ധങ്ങൾക്കിടയിലാണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നു. അതായത് ഒന്നുകിൽ ഫാമിലിക്കുള്ളിൽ തന്നെ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ലവ് റിലേഷൻഷിപ്പ്, അവിടെയാണ് നിങ്ങൾക്ക് സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അവിടെയാണ് ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നത്. ആ തീരുമാനം എന്താണെന്ന് വ്യക്തമായ ധാരണയുണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം വീണ്ടും വീണ്ടും ആ തീരുമാനം ഡിലേ ആകുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഡിലേ ആക്കുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ഉള്ള പരിഹാരം എന്താണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് 7 ഓഫ് പെന്തക്കിൾസ് ആണ്. അതായത് 7 ഓഫ് പെന്തക്കിൾസ് ആകുമ്പോൾ നിങ്ങൾ കുറച്ച് പോസ് ചെയ്യുക. നിങ്ങളൊന്ന് സമാധാനപ്പെട്ടതിന് ശേഷം തീരുമാനത്തിലേക്ക് എത്തിയാൽ മതി എന്നതാണ് മനസ്സിലാവുന്നത്. കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് നിങ്ങളൊരു പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി അത് തന്നെ സോൾവ് ആവാൻ സാധ്യതയുണ്ട്. പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്നില്ല. ഇനി ഒരു കാർഡും കൂടെ പരിഹാരത്തിനായിട്ട് നമുക്ക് കാണാം. ലഭിച്ചിരിക്കുന്ന കാർഡ് ക്വീൻ ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യുക, നിങ്ങളുടെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുക എന്നതാണ് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിൽ വിശ്വസിക്കൂ എന്നതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു ഉപദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് വിശദമായി തന്നെ കാർഡ്സ് എല്ലാം ഒന്നുകൂടെ മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ഇനി ഒരു കാർഡിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന കാർഡെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ആക്ഷൻസ് പരിഹാരം കണ്ടു കഴിഞ്ഞാൽ എന്ത് ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? പരിഹാരം കണ്ടു കഴിഞ്ഞാൽ 9 ഓഫ് പെന്തക്കിൾസ് ആണ്. അതായത് നിങ്ങൾ സ്ട്രോങ് ആകുന്നു. അത് ഫിനാൻഷ്യലി മാത്രമല്ല, പല ആസ്പെക്റ്റിലും ഇമോഷണലി ഒക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആവുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആരെയും ആശ്രയിക്കേണ്ട എന്ന രീതിയിൽ നിങ്ങൾ ഉയരുന്നു എല്ലാ ആസ്പെക്റ്റിലും. അത്രത്തോളം ഒരു മാനസികമായ ഒരു വ്യക്തതയും മാനസികമായ ബലം നിങ്ങൾക്ക് ലൈഫിലുണ്ടാവുന്നു. മാനസികം മാത്രമല്ല, സാമ്പത്തികം, എല്ലാ ആസ്പെക്റ്റിലും നിങ്ങൾക്ക് ഉയർച്ച വരുന്നു എന്ന് മനസ്സിലാക്കാം. ഒന്നുകൂടി നമുക്ക് കാർഡ്സ് എല്ലാം വിശദമായിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്, നിങ്ങൾ നേരിടുന്നത് ഒരു ഇമോഷണൽ പ്രോബ്ലം തന്നെയാണ്. എന്തോ ഒരു തീരുമാനമെടുക്കാൻ വൈകുന്നു. അപ്പോൾ നിങ്ങൾ ഇമോഷണലിയും മെൻ്റലിയും ലോജിക്കലി ഒരു ബുദ്ധിപൂർവ്വം ഇത് പ്രശ്നങ്ങൾ ആരും അറിയണ്ടെന്ന് സപ്രസ് ചെയ്ത് വെക്കും തോറും നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുകയാണ്. ആക്ച്വലി നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, അതിനൊക്കെ നിങ്ങൾക്ക് അത് ബാധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പം എന്തെങ്കിലും പ്രശ്നം ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെൻ്ററിൻ്റെ ഹെൽപ്പോ, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനൊക്കെ കാരണമായ വ്യക്തികളോട് തന്നെ ഒന്ന് തുറന്ന് സംസാരിച്ചാൽ നമുക്കതൊരു പരിഹാര മാർഗമായിരിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വേണ്ടതൊരു ഹീലിംഗ് സെഷനാണ്. ഒരു ഹീലിംഗ് വേണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആക്കുന്ന
ചെയ്യുന്നവരെ ഒഴിവാക്കുക ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളെ ഡിസേർവ് ചെയ്യാത്ത ആൾക്കാരെ ജീവിതത്തിൽ നിന്നൊന്ന് മാറ്റി നിർത്തുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫാമിലിക്കുള്ളിലാണ് പ്രശ്നമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സമാധാനത്തിനായിട്ട് ചിലർക്ക് ക്ഷേത്രത്തിലും പള്ളികളിലും ഒക്കെ പോയി പ്രാർത്ഥിച്ച ഒരു സമാധാനം ലഭിക്കും. അല്ലെങ്കിൽ പ്രകൃതിയായിട്ടൊക്കെ കൂടുതൽ ഇണങ്ങിയാൽ പുഴയിൽ കുളിക്കുക, അല്ലെങ്കിൽ തണുത്ത പുഴയിൽ ഇങ്ങനെ കാലിട്ടിരിക്കുക, അതൊക്കെ ഒരു സമാധാനം. നിങ്ങളുടെ ഹീലിംഗ്, നിങ്ങളുടെ ഇന്നർ പീസിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തുക. അത്തരം സമാധാനമുള്ള പ്രോസസ്സിലൂടെ നിങ്ങൾ പോകുമ്പോഴത്തേക്കും ഒരു ക്ലാരിറ്റി, ഡിസിഷനിലോട്ട് നിങ്ങൾ എത്തുന്നതാണ്. നിങ്ങൾ പോലും പറയാൻ നിങ്ങൾ എത്തുകയാണ്. നിങ്ങൾ ആ ഒരു ഫേസ്, ആ ഒരു ഘട്ടത്തെ ഫേസ് ചെയ്യാൻ നിങ്ങൾ സ്വയം പഠിക്കും. നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആകും. അപ്പം അത്തരം ഹീലിംഗ് സിറ്റുവേഷൻസിലൂടെ നിങ്ങളെ തന്നെ എത്തിക്കാൻ, നിങ്ങളോട് തന്നെയാണ് കെയറിങ് കൊടുക്കേണ്ടത്, നിങ്ങളോട് തന്നെയാണ് സ്നേഹം കാണിക്കേണ്ടത് എന്നതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ പോയിക്കഴിഞ്ഞാൽ എത്തുന്നത് നിങ്ങൾക്ക് 9 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജി ലഭിക്കുമെന്നാണ് നമുക്കിവിടെ മനസ്സിലായത്. അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ എത്തും. അവിടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഒക്കെ തന്നെ കാണുന്നുണ്ട്. നിങ്ങളിൽ തന്നെ പൂർണ്ണത അനുഭവിക്കുകയാണ്. വേറെ ഒരാളുടെയും ഹെൽപ്പ് ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വേണ്ടി വരില്ല എന്നത് നമുക്കിവിടെ മനസ്സിലാക്കുക. എസ്പെഷ്യലി ഇമോഷണലി ആണ് നിങ്ങൾ കൺഫ്യൂഷനിൽ നിന്നൊക്കെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറുന്നു എന്ന് വേണം മനസ്സിലാകാൻ. നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, നിങ്ങളുടെ ആത്മാഭിമാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കാം. നിങ്ങളെ ഡിസേർവ് ചെയ്ത വ്യക്തികളിൽ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ആകുന്നു. കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് ഈ പരിഹാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വന്നു ചേരുന്നു. എല്ലാം നിങ്ങൾക്കിണങ്ങിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുന്നു. നിങ്ങൾ പേഴ്സണലി അച്ചീവ് ചെയ്യുന്ന ബന്ധങ്ങളിൽ ഗ്രോത്ത് ഉണ്ടാവുന്നു. അപ്പം എല്ലാ ആസ്പെക്റ്റിലും നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാവുന്നു, സമാധാനമുള്ള ജീവിതം ലഭിക്കുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ ഈ പരിഹാരത്തിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് സെൽഫ് വാല്യൂ ഇൻക്രീസ് ആവുന്നു, നിങ്ങളൊരു സ്ട്രോങ് ആയ വ്യക്തിയായി മാറുന്നു, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നു, നിങ്ങളുടെ തന്നെ ബെറ്റർ വേർഷനായിട്ട് നിങ്ങൾ മാറുന്നതായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും ശാന്തിയും സമാധാനവും സമ്പത്തും ഉള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.